നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവനാഴികളിൽ, വാലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കുപറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, അടിപ്പിണരാൻ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 105-ാം സങ്കീർത്തനം 11 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്ന് അരുളിച്ചെയ്തു. അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളും ആയിരുന്നു. അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കലേക്കും ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിന്റെ അടുക്കലേക്കും പോകും. അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. തന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു. യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവർത്തിയാകും. അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ചു, അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിൽ നിന്നും ചില ഭാഗങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. അതിനായി വിശുദ്ധ വേദഭാഗം, ഹല്ലേലൂയ, കാരാഗ്രഹങ്ങൾ പോലെയുള്ള ഭവനങ്ങളെ ദൈവഭവനം ആക്കുക എന്ന വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് ചിന്തിക്കാം. പ്രിയരെ, ഇന്ന് ഒട്ടുമിക്ക വീടുകളും ഒരു കാരാഗ്രഹം പോലെയാണ്. കാരാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? തടവ് പുള്ളികൾ ഓരോരുത്തരും വ്യത്യസ്തമായ മുറികളിൽ ബന്ധനസ്ഥരായി കഴിയുന്നു. അവർ പരസ്പരം കാണുന്നില്ല, സംസാരിക്കുന്നില്ല, സ്നേഹം പങ്കിടുന്നില്ല. ഇന്നത്തെ വീടുകളുടെയും സ്ഥിതി അത് തന്നെയല്ലേ? മാതാപിതാക്കന്മാർ തങ്ങളുടെ ലോകത്തിൽ സഞ്ചരിക്കുന്നു. കുഞ്ഞുങ്ങൾ ഡിജിറ്റൽ ലോകത്തിന്റെ മാസ്മരിക ശക്തിയിലും ഭൗതിക സുഖങ്ങളിലും ഒഴുകി മറ്റൊരു ലോകത്തിലേക്കും അവർ സഞ്ചരിക്കുന്നു. പരസ്പരം മുഖാമുഖം കാണുന്നതിനോ സ്നേഹം പങ്കുവയ്ക്കുന്നതിനോ ആർക്കും സമയമില്ല. ഓരോരുത്തരും കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ പ്രഭുക്കന്മാർ യിരെമ്യാവോട് കോപിച്ച് അവനെ അടിച്ച് രായസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ തടവിൽ വെച്ചു. അതിനെ അവർ കാരാഗ്രഹം ആക്കിയിരുന്നു. ഹല്ലേലൂയ. യോനാഥാന്റെ ഭവനത്തെ കാരാഗ്രഹമാക്കി എന്ന് നാം വായിക്കുന്നു. ഇന്ന് നാം നമ്മുടെ ഭവനങ്ങൾ കാരാഗ്രഹമാക്കിയിട്ടുണ്ടോ? ഒരു ഭവനം കാരാഗ്രഹം ആയാൽ ഭവനത്തിലുള്ളവരെല്ലാം ബന്ധനത്തിൽ ആയിരിക്കും. ഭവനം പല വിധത്തിലും കാരാഗ്രഹമായി അനുഭവപ്പെടാം. ഭവനത്തിലുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോടും നന്ദിയോടും
ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് നിന്ദയോടും പരിഹാസത്തോടും അവഹേളനത്തോടും പെരുമാറിയാൽ ഭവനം കാരാഗ്രഹമാകും. ഭവനം കാരാഗ്രഹമായാൽ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ താല്പര്യം കുറയും. ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭവനം കാരാഗ്രഹം ആകരുത്. ബന്ധനങ്ങൾ ബന്ധങ്ങളിൽ വേർപാട് സംഭവിക്കുമ്പോൾ ഭവനങ്ങൾ കാരാഗ്രഹം ആകും. എല്ലാവരും വീട്ടിലുണ്ട്, എന്നാൽ പലരുമായി ബന്ധമില്ല. ഭാര്യയും ഭർത്താവും മുകളിൽ താമസിക്കുന്നു, അവരുടെ മാതാവും പിതാവും താഴെ താമസിക്കുന്നു. അവരുടെ സുഖവിവരങ്ങൾ തിരക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ആർക്ക് സമയമില്ല. ആ ഭവനങ്ങൾ കാരാഗ്രഹങ്ങൾ തന്നെയാണ്. പ്രിയരെ, സ്നേഹമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ ഓർക്കുക, ഭവനം സാത്താന്റെ നിയന്ത്രണത്തിലാണ്. ഭവനത്തെ സാത്താൻ കാരാഗ്രഹമാക്കി മാറ്റിയിരിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്ത അവസ്ഥയാണ് എങ്കിൽ ആ ഭവനം സാത്താന്റെ അധീനതയിലുള്ള കാരാഗ്രഹങ്ങൾ തന്നെയാണ്. മദ്യത്തിന് അടിമകളായാലും ഭവനം കാരാഗ്രഹമായി മാറുന്നു. ഏതെല്ലാം ബന്ധനങ്ങളാണ് ഭവനം കാരാഗ്രഹം ആക്കിയിരിക്കുന്നത്? യോനാഥാന്റെ വീട് കാരാഗ്രഹമാക്കി. അവിടെ കിടന്ന് യിരെമ്യാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ആകയാൽ യജമാനനായ രാജാവേ, കേൾക്കണമേ. എന്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളണമേ. ഞാൻ രായസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ എന്ന് യിരെമ്യാവ് 37:20 കാണുന്നു. പ്രിയരെ, യിരെമ്യാവിനെ പോലെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ആഗ്രഹമുണ്ടോ? യോസേഫ് ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിലായി. യോസേഫ് ജയിലിൽ കിടന്ന പാനപാത്രവാഹകനോട് ഇപ്രകാരം പറഞ്ഞു: എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്ന് ഉൽപ്പത്തി 40:14 കാണുന്നു. എന്നാൽ 2 വർഷം യോസേഫിന് പിന്നെയും അവിടെ കിടക്കേണ്ടി വന്നു. എന്നാൽ ഈ കാരാഗ്രഹത്തിൽ നിന്നും തന്റെ ദൈവം തന്നെ വിടുവിക്കുമെന്ന ദർശനം യോസേഫിനുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ നാം ഇത് കാണുന്നു. ഉടനെ ഫറവോൻ ആളയച്ച് യോസേഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു എന്ന് ഉൽപ്പത്തി 41:14 കാണുന്നു. പ്രിയരെ, ദൈവം കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചാൽ നമ്മുടെ ഛായ മാറും, രാജകീയമായ അങ്കി ലഭിക്കും. കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ദൈവം ഒരു സമയം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഏതെങ്കിലും പാപങ്ങളാൽ സാത്താൻ ബന്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രതിസന്ധികളാൽ ബന്ധനാവസ്ഥയിലാണോ? കാരാഗ്രഹങ്ങളെ സ്തുതിഗീതങ്ങൾ ഉയരുന്ന ഉല്ലാസ ഭവനങ്ങളായി നാം മാറ്റണം. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസും പൗലോസും സ്തുതിഗീതങ്ങളാൽ കാരാഗ്രഹത്തെ പൂമെത്തയാക്കി. ആയതിനാൽ കാരാഗ്രഹ വാതിലുകളെ ദൈവം അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. പുത്രനായ യേശുവിൽ കൂടിയാണ് കാരാഗ്രഹ വാതിൽ തുറക്കപ്പെടുക. യേശു ക്രിസ്തു മുഖാന്തരമാണ് സ്വാതന്ത്ര്യം വരുന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും എന്ന് ഹല്ലേലൂയ ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയരെ, വാഗ്ദത്തം ചെയ്ത ദൈവം വാക്ക് മാറുകയില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 6:15 കാണുന്നു: അബ്രഹാം ദീർഘക്ഷമയോടെ ഇരുന്നു വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം ദൈവം പാലിച്ചു. ഇത് കേൾക്കുമ്പോൾ നാം ആവേശഭരിതരായി തീരാറുണ്ട്. എന്നാൽ അബ്രഹാം വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി വർഷങ്ങൾ ക്ഷമയോടെ പിറുപിറുപ്പില്ലാതെ വിശ്വസിച്ച് കാത്തിരുന്നു. വാഗ്ദത്തം ഇല്ലാത്തവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സാധാരണഗതിയിൽ നടക്കുന്നുണ്ടാകും. എന്നാൽ വാഗ്ദത്തം ലഭിച്ചവരുടെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ എന്ന് 2 കൊരിന്ത്യർ 1:20 കാണുന്നു. പ്രിയരെ, അതുകൊണ്ട് ക്ഷമയോടെ സഹിഷ്ണുതയോടെ
കാത്തിരിക്കുക. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമാണ്. വാക്ക് പറഞ്ഞ ദൈവം ഒരിക്കലും വാക്ക് മാറുകയില്ല. അതിനാൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അനേക കഷ്ടങ്ങളിൽ, മരണത്തിന്റെ അവസ്ഥകൾ, കൂരിരു താഴ്വരകളിലൂടെ കുടുംബ സമാധാനം, സ്വസ്ഥതയില്ലാതെ പലവിധ രോഗങ്ങളാല് പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന അടിയങ്ങളെ കർത്താവെ, അങ്ങ് മനസ്സലിഞ്ഞ് ഞങ്ങളെ വിടിവിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. ഞങ്ങളുടെ ജീവിതങ്ങളിലെ പാപങ്ങൾ, കുറ്റങ്ങൾ, കുറവുകൾ യേശു കർത്താവ് ക്ഷമിച്ച് യേശുവിന്റെ രക്തത്താലും വചനത്താലും ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് യേശുവിന്റെ പ്രിയ മക്കളായി കർത്താവിനോട് പ്രാർത്ഥിക്കുവാനുള്ള ഈ മകൾ ഭാഗ്യം തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും നീതിമാനായിരുന്ന് ദൈവ ഇഷ്ടം ചെയ്യുന്നവന്റെ ഹല്ലേലൂയ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് ദൈവവചനത്തിലൂടെ യാക്കോബ് അപ്പോസ്തലൻ ഞങ്ങളോട് അറിയിക്കുന്നല്ലോ കർത്താവേ. അപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളിലെ കുറവുകൾ വാസ്തവമായി യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചു കൊണ്ടൊരു നീതിമാനായിരുന്ന് ദൈവ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ കർത്താവേ. വിവിധ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കണപ്പാ. അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി ദൈവം മാനിക്കണപ്പാ. ശാന്തതയും സമാധാനവും സ്വസ്ഥതയുള്ള കുടുംബ ജീവിതങ്ങൾ ദൈവം നൽകി മാനിക്കണപ്പാ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് പലവിധ പാപ പ്രവൃത്തികളിലും അകപ്പെട്ട് കുടുംബങ്ങളിലെ വ്യക്തികളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന കണ്ണുനീരോടെ ആയിരിക്കുന്ന ഓരോ മക്കൾക്കും കർത്താവേ ശാന്തതയും സമാധാനവും സ്വസ്ഥതയും നൽകണപ്പാ. എല്ലാ പൈശാചിക ശക്തിയുടെ പിടിയിൽ നിന്നും മദ്യത്തിനും മയക്കുമരുന്നിനും പാപപ്രവൃത്തികളിലും അകപ്പെടുത്തുന്ന പൈശാചിക ശക്തിയുടെ പിടിയിൽ നിന്ന് വിടിവിക്കുവാൻ എൻ്റെ യേശുവിന് മാത്രമേ കഴിയുള്ളൂ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ പൈശാചിക ശക്തികളും വിട്ടുപോകുമല്ലോ കർത്താവേ. അപ്പാ, അപ്രകാരം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ കുടുംബങ്ങളിലെ വ്യക്തികളെ എൻ്റെ യേശു കർത്താവ് വിടുവിക്കണമേ, രക്ഷിക്കണമേ. എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നരുളി ചെയ്ത യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അനുഗ്രഹിക്കണം, മാനിക്കണം. മറ്റിതര വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. സകലരെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന വചനം പോലെ യേശുവിന്റെ നാഥനും രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ ഓരോ വ്യക്തികളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്, ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ കഷ്ടതയിൽ കർത്താവ് ഹല്ലേലൂയ ഹൃദയത്തിന്റെ ഭാരത്തോടെ നിരാശയോടെ കടന്നു വരുന്ന വ്യക്തികളോട് കർത്താവ് വാക്കുകളാൽ താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവുകൾ നൽകിയിരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പോലെ ഞങ്ങൾ വാക്കുകളാൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി തീരുവാൻ, നിത്യജീവന് വേണ്ടി ഒരുക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നാവ് ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നല്ലോ കർത്താവ്. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ നാഥാ, ഞങ്ങളുടെ നാവ് കൊണ്ട് ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു വാക്കും വരുവാൻ ഇടയാകാതെ ഞങ്ങളുടെ വായെ ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടണം കർത്താവ്. അപ്പാ, പിശാചിന്റെ കൊടുക്കുന്ന ഒരു വാക്കും വരുവാൻ ഇടയാകാതെ യേശുവിന്റെ രക്തത്താലും വചനത്താലും ഞങ്ങളെല്ലാം മുദ്രയിട്ട് കാക്കണം അപ്പാ. ശത്രു കാണാതെ, ദുഷ്ടൻ തൊടാതെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കണം നാഥ.
ഈ പാപം നിറഞ്ഞ ലോകത്തിൽ അടിയങ്ങളായിരിക്കുന്ന നാഥ, പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അടിയങ്ങളുടെ മേൽ പകർന്നേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെ നിയന്ത്രിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. കർത്താവേ, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദേശത്തിന്റെ നാനാഭാഗങ്ങളിലുമായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിച്ചു മാനിക്കണം കർത്താവേ. അപ്പാ, സുവിശേഷ വിരോധികൾ നിമിത്ത കഷ്ടതയിലൂടെ കടന്നു പോകുന്ന അപ്പാ മക്കൾക്ക് കർത്താവേ ആശ്വാസം, വിടുതൽ, സമാധാനം പകരണം നാഥ. ഹല്ലേലൂയ, ആമേൻ. ഇസ്രായേൽ മക്കളെ ഫറവോൻ എത്രത്തോളം അടിച്ചൊതുക്കുവാൻ നോക്കിയെങ്കിലും അത്രത്തോളം ഹല്ലേലൂയ അവരെ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ച് പെരുകി എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കും പോലെ ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളെ ഹല്ലേലൂയ ഒതുക്കുവാനായി പിശാച് ശ്രമിക്കുമ്പോഴൊക്കെയും ഹല്ലേലൂയ അനേക ദൈവമക്കൾ രക്ഷയുടെ ഭാഗത്ത് കടന്നു വരുന്ന കൃപയ്ക്കായി, നിത്യജീവന്റെ വഴിയിലേക്ക് തിരിയുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ്. അപ്പാ, ഈ പരീക്ഷാഘട്ടം തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ ഹല്ലേലൂയ ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ സഭകളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. സ്തോത്രം. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സുവിശേഷം അറിയാത്ത എല്ലാ വ്യക്തികളോടും യേശു മാത്രം രക്ഷകൻ, നിത്യജീവൻ ഒരുങ്ങുവാൻ യേശുവിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തിന്റെ അടുക്കൽ ഹല്ലേലൂയ ആമേൻ ദൈവരാജ്യത്തിൽ എത്തുവാൻ കഴിയുന്നില്ല എന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ അരികിൽ കടന്നു വരുന്ന സകല വ്യക്തികളോടും അറിയിക്കുവാൻ തക്കോണം ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണം. പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഞങ്ങളെ നിയന്ത്രിക്കണം, നടത്തണം, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം.